സിപിഎമ്മുകാരുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷണം ആവശ്യപ്പെട്ട് ചിത്രലേഖ കണ്ണൂർ കളക്ട്രേറ്റിന് മുന്നിൽ നടത്തുന്ന സമരം 80 ദിവസം പിന്നിട്ടു. ഓട്ടോറിക്ഷ ഓടിച്ച് കുടുംബം പുലർത്താനുള്ള തന്റെ ശ്രമത്തെ സിപിഐഎമ്മുകാർ തടയിടുന്നുവെന്നാരോപിച്ച് കഴിഞ്ഞ 10 വർഷത്തോളമായി ചിത്രലേഖ സമരമുഖത്താണ്. ഭീഷണി നിമിത്തം സ്വന്തം നാടായ പയ്യന്നൂരിൽ ജീവിക്കാൻ വയ്യാതായതോടെയാണ് ചിത്രലേഖ കളക്ട്രേറ്റിന് മുന്നിൽ സമരം ആരംഭിച്ചത്. ജനിച്ച നാട്ടിൽ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കാനായി ചിത്രലേഖ എന്ന ദളിത് സ്ത്രീ നടത്തുന്ന പോരാട്ടം കഴിഞ്ഞ 10 വർഷമായി തുടരുകയാണ്. 2005-ൽ പയ്യന്നൂർ എടാട്ട് ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോയുമായി എത്തിയ ചിത്രലേഖയെ CITU പ്രവർത്തകർ തടയുന്നതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. പിന്നീടിങ്ങോട്ട് ചിത്രലേഖ നേരിട്ടത് CPIഎമ്മുകാരുടെ ഭീഷണിയാണ്. അയിത്തം പ്രത്യക്ഷമാക്കി ചിത്രലേഖയെ ഓട്ടോ ഓടിക്കാൻ അനുവദിക്കാതിരുന്നവർ ജയിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. എന്തു വന്നാലും ഓട്ടോ ഓടിച്ചു തന്നെ ജീവിക്കുമെന്ന് ചിത്രലേഖ നിലപാടെടുത്തപ്പോൾ ഓട്ടോറിക്ഷ തകർക്കപ്പെട്ടു. ഓട്ടോ ഇല്ലാതായതോടെ പായമടഞ്ഞ് ജീവിക്കാനായി ചിത്രലേഖയുടെ ശ്രമം. എന്നാൽ ഇതും എതിരാളികൾ ഇല്ലാതാക്കി. ഭർത്താവിന് നേരെ വധശ്രമം ഉണ്ടായി. വീട്ടിലേക്കുള്ള വഴി അടച്ചു. അനുജത്തിയുടെ ഭർത്താവിന് വെട്ടേറ്റു. ഭീഷണികൾ നിരവധി. കളക്ടറെടുത്ത് വന്നിട്ട് പരാതി പറഞ്ഞിട്ട് യാതൊരുവിധ നടപടിയും സ്വീകരിക്കാത്തതുകൊണ്ടാണ് എനിക്ക് വീണ്ടും സമരം ചെയ്യേണ്ടി വന്നത്. പലതവണ പോലീസിൽ പരാതിപ്പെട്ടുവെങ്കിലും ഒരു സ്ത്രീയാണെന്ന പരിഗണന പോലും ഇവർക്ക് ലഭിച്ചില്ലെന്ന് മാത്രമല്ല കേസിൽ പ്രതിയാക്കപ്പെടുകയും ചെയ്തു. അവസാന ശ്രമം എന്ന നിലയിലാണ് കഴിഞ്ഞ 80 ദിവസമായി ഓട്ടോയുമായെത്തി ചിത്രലേഖ സമരം ചെയ്യുന്നത്. എന്നാൽ ഇത് ജില്ലാ ഭരണകൂടം കണ്ടമട്ടില്ല. ജീവിക്കാനുള്ള അവസാന ശ്രമവും പരാജയപ്പെട്ടതോടെ പയ്യന്നൂർ എടാട്ട് വിട്ട് മാറി താമസിക്കാനാണ് ചിത്രലേഖയുടെ തീരുമാനം. പുതിയ സ്ഥലം കണ്ടെത്താനായി മനുഷ്യാവകാശ പൗരാവകാശ സംഘടനകൾ മാത്രമാണ് ചിത്രലേഖയുടെ സഹായത്തിനുള്ളത്. റിപ്പോർട്ടർ, കണ്ണൂർ.